അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ മലയാളത്തിലെ അത്ഭുത ദ്വീപ്. ഡയറക്ടർ വിനയൻ സംവിധാനം ചെയ്ത് 2005 പുറത്തിറക്കിയ അടിപൊളി ഫാമിലി ഫാന്റസി മൂവിയാണ് അത്ഭുത ദ്വീപ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ മൂവിയെ കുറിച്ചുള്ള ചെറിയ അപ്ഡേറ്റ് ആണ്. ചെറുപ്പത്തിലെ പല പല കാര്യങ്ങൾ നമ്മളെ ഓർമ്മിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു മൂവിയാണ് ഈ അത്ഭുത ദ്വീപ്. എത്ര കണ്ടാലും മതി വരില്ല. പണ്ട് കേബിളിൽ ഈ മൂവി വരുന്നതും പേടിയോടെ ഇരുന്ന് കാണുന്നതും അന്നത്തെ പെട്ടി ടിവിയിൽ കണ്ടതുമെല്ലാം ഇപ്പോഴും ഓർമ്മ വരുന്നു. പേര് പോലെ തന്നെ അത്ഭുതങ്ങൾ നിറഞ്ഞു കിടക്കുന്ന വാമനപുരി എന്ന ഒരു ചെറിയ രാജ്യം. അവിടത്തെ ആണുങ്ങൾക്ക് മാത്രം പൊക്കം കുറവും പെണ്ണുങ്ങൾ നോർമൽ പോലെ പൊക്കമുള്ളവരും. തങ്ങൾ മാത്രമേ മനുഷ്യജന്മമായിട്ടുള്ളെന്ന് കരുതിയിരുന്ന അവരുടെ നാട്ടിൽ അപ്രതീക്ഷിതമായി ഹെലികോപ്റ്റർ തകർന്ന് 4-5 സംഘങ്ങൾ വന്നു ചേരുകയും പിന്നീട് അവരുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ ദ്വീപിലുള്ളവർ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളുമെല്ലാം പങ്കുവയ്ക്കുന്നതാണ് ഈ ചിത്രം. ഞാൻ ഈ മൂവി എപ്പോഴും ഒരു ഹോളിവുഡ് മൂവി ആയിട്ടേ കാണുള്ളൂ. കാരണം ഹോളിവുഡ് മൂവീസിലെ കഥകൾ എടുക്കുന്നത് പോലെയാണ് വിനയൻ എന്ന ഡയറക്ടർ ഈ മൂവിയും എടുത്തിട്ടുള്ളത്. മിക്ക ഹോളിവുഡ് ചലച്ചിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഫ്ലൈറ്റ് ക്രാഷായി ഐലൻഡിൽ വീഴുന്നതും മറ്റ് ദ്വീപിൽ പോകുന്നതും അങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ സാഹസിക കഥകളുമെല്ലാം. അതിനോടൊക്കെ പിടിച്ചു നിൽക്കാൻ മലയാളികൾക്ക് അഭിമാനമായ ഒരേ ഒരു മൂവിയാണ് ഈ അത്ഭുത ദ്വീപ്. മറ്റു രാജ്യത്തുള്ള ഒരുപാട് ഫോറിനേഴ്സ് ഈ മൂവി റിയാക്ഷൻ വരെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല റിവ്യൂസും ചെയ്തിട്ടുണ്ട്. ഈ മൂവി 2024 കാലഘട്ടത്തിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ അന്ന് വിജയിച്ചതിനേക്കാൾ കൂടുതൽ വിജയിക്കുകയും കൂടുതലും ആൾക്കാർ ഇനിയും അറിയപ്പെടുകയും ചെയ്തേനെ. അതുപോലെ തന്നെ മിക്ക കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ് കാനിബൽസ് അഥവാ മാനീറ്റേഴ്സിൽ നിന്നും സർവൈവ് ചെയ്ത് രക്ഷപ്പെടുന്ന നായകനും നായികയുടെയും കഥകൾ. ആ കാര്യത്തിൽ ഈ മൂവിയെ മുന്നിൽ നിർത്തി പ്രസംഗിക്കേണ്ടി തന്നെ വരും. കാരണം കാനിബൽസ് വരുന്ന രംഗങ്ങളും അവർ വിശ്വസിച്ചിരുന്ന കഥകളും ആചാരങ്ങളും പ്രകാരം വാമനപുരിയിൽ അവസാനം കാനിബൽസ് വന്ന് അവരെയെല്ലാം കടിച്ചു കൊന്നു തിന്നുന്നതുമെല്ലാം ഡയറക്ടർ അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. വലിയ ഗ്രാഫിക്സ് ഒന്നുമില്ലെങ്കിലും ആ കാലഘട്ടത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാനായി ഇത്രയും ഒരു രംഗങ്ങൾ തന്നെ ഒരുക്കിയതിൽ ഈ സിനിമയുടെ വിജയം നമുക്കുമെല്ലാവർക്കും അറിയാം. ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ സിനിമ 2007 തമിഴ്നാട്ടിൽ കുറച്ച് എക്സ്റ്റേണൽ സീനൊക്കെ ആഡ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് ഡബ്ബഡല്ല. നിങ്ങൾ ഓർക്കണം, 2007 തമിഴ് നടന്മാരെ ആഡ് ചെയ്തും നമ്മുടെ വാമനപുരിയിലെ രാജാവ് ജഗതിച്ചേട്ടന് പകരം തമിഴ് ആക്ടറായ ഇദ്ദേഹത്തെ വെച്ചും എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമാകും. ചില കൂട്ടുകാർക്ക് അറിയാമെന്ന് തോന്നണം, നമ്മുടെ അത്ഭുത ദ്വീപ് എന്ന മൂവിയുടെ അടുത്ത 2ാം ഭാഗം ഇറക്കാൻ വിനയൻ ഡയറക്ടർ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഒരു ന്യൂസ് 2023 ഒഫീഷ്യലായിട്ട് ഡയറക്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്തെന്നാൽ ഇതിൽ നായകനായിട്ട് വരുന്നത് ഉണ്ണി മുകുന്ദനാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറവുകളും ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഒരു വിഷയം മൂവി ആയിരിക്കുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും 2ാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.